സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ മഴവില്ലിനപ്പുറം. ഒരു രാത്രിയായിരുന്നു അത്. ഏകദേശം പാതിരാവ് കഴിഞ്ഞു കാണണം. ഉറക്കത്തിൻ്റെ പിടിമുറുക്കിക്കൊണ്ടിരുന്നപ്പോഴും ഐശ്വര്യയുടെ മുറിയിൽ നിന്നും പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരം കാതുകളിൽ വീണിരുന്നു. നന്ദകിഷോറാണ് അങ്ങേ തലക്കലെന്നറിയാം, പതിവുള്ളതാണ്. കണ്ണുകൾ അടഞ്ഞു പോയത് എപ്പോഴാണെന്നറിയില്ല. ഉച്ചത്തിലുള്ള ബഹളവും വണ്ടിയുടെ ഇരമ്പലും കേട്ടാണ് ഞെട്ടി എഴുന്നേറ്റത്. താൻ മുറിയുടെ പുറത്തേക്ക് വന്നപ്പോഴേക്കും ഐശ്വര്യ പൂമുഖത്തെ വാതിൽ വലിച്ചു തുറന്ന് പോർട്ടിക്കോയിലേക്ക് ഓടിയിരുന്നു. ഗേറ്റ് പൂട്ടിയിരുന്നത് കൊണ്ട് അവൾ ഓടിപ്പോയ വേഗത്തിൽ തിരിച്ചോടി വന്നു, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്. ചേച്ചി, ഓഫീസിലാ ബഹളം. വിപിൻ്റെ നിലവിളി കേൾക്കുന്നു. അകത്തെ ജനാലപ്പടിയിലിരുന്ന ഗേറ്റിൻ്റെ താക്കോൽ സ്വബോധത്തോടെയൊന്നുമല്ല എടുത്തു കൊടുത്തത്. ദേഹം അടിമുടി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഐശ്വര്യ ധരിച്ചിരുന്ന വേഷം പോലും മറന്ന് വായു വേഗത്തിലാണ് ഓടിയത്. പിന്നാലെ ചെല്ലാനുള്ള ശക്തി തന്നിൽ നിന്നും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും കാലുകൾ മുന്നോട്ടെടുത്തു വെച്ചു. ഓഫീസിന് എതിർവശത്തുള്ള വരദേട്ടൻ്റെ വീട്ടിൽ മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാ വീടുകളിലെയും വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. തൻ്റെ കാഴ്ചയിൽ രാധേച്ചി കൈ നിറയെ തുണികളുമായി ഓഫീസിലേക്ക് ഓടിക്കയറുന്നതാണ്. ആരോ ഇന്നോവ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്നും വ്യക്തമല്ല. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. അകത്ത് നിന്ന് രക്തത്തിൽ കുളിച്ച ഒരു ശരീരം വരദേട്ടനും ഓടിക്കൂടിയ ആരോ രണ്ടുപേരും കൂടി താങ്ങിയെടുത്തുകൊണ്ടുവരുന്നത് ഒരു ഉൾക്കിടലത്തോടെ കണ്ടു. പിന്നാലെ തലയിൽ ഇരു കൈകളും അമർത്തി വലിയ വായിലെ നിലവിളിച്ചുകൊണ്ട് ഐശ്വര്യ. താനൊരു പേക്കിനാവിലാണെന്ന് തോന്നി താഴേക്ക് വീഴാതിരിക്കാൻ ഗേറ്റിൽ പിടിച്ചു നിന്നു. പക്ഷേ താഴേക്ക് ഊർന്നു പോകുന്നു. കടന്നുപോയ ഇന്നോവയിൽ നിന്നും തല പുറത്തേക്കിട്ട് ഐശ്വര്യ കരയുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, ചേച്ചി, പ്രവിയേട്ടനെ വിളിക്ക്, ഫോൺ മേശപ്പുറത്ത്. അത്രയേ കേട്ടുള്ളൂ. ഇതിനിടയിൽ ആരോ വന്ന് തന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചു. രാധേച്ചി. ചുറ്റിനും വേറെയുമുണ്ട് ആൾക്കാർ. ശ്രീഹരിയെ ആരൊക്കെയോ ചേർന്ന് വെട്ടി. തൊട്ടടുത്ത വീട്ടിലെ ഹാരിസ് പറയുന്നു. ശരീരവും മനസ്സും ഒരുപോലെ പിടഞ്ഞു. എവിടെ നിന്നോ ഓടി വന്ന ധൈര്യത്തിൽ രാധേച്ചിയുടെ കൈകളിൽ നിന്നും വഴുതി മാറി ഓടി. ദേഹത്തെയും ചോര മുഴുവനും പോയെന്നാ തോന്നുന്നേ. മുറി മുഴുവനും രക്തക്കളം. ആരോ പറയുന്നു. കാലുകൾ ഒരു നിമിഷം മറച്ചു നിന്നു. പിന്നീട് സർവ്വ ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ടോടി. രാധേച്ചിയും പിന്നാലെ ഉണ്ടായിരുന്നു. ഐശ്വര്യയുടെ മുറിയിൽ മേശപ്പുറത്ത് തന്നെ ഫോൺ ഉണ്ടായിരുന്നു. പ്രവീണിൻ്റെ നമ്പർ എടുത്തത് എങ്ങനെയാണെന്നൊന്നും ഓർമ്മയില്ല. ഉറക്കച്ചടവോടെയാണ് അയാൾ ഫോൺ എടുത്തത്. ഐശ്വര്യ, എന്താ കുട്ടി? ചോദ്യമുടനുണ്ടായി. വേഗത്തിൽ ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്ന നെഞ്ച് വലത് കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ ജയന്തിയാണ്, ഐശ്വര്യ താമസിക്കുന്ന വീട്ടിലെ. അറിയാം ജയന്തി, പെട്ടെന്ന് വരണം. ശ്രീഹരിയെ ആരൊക്കെയോ ചേർന്ന്. പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്കിരുന്നു പോയി. രാധേച്ചി ഫോൺ പിടിച്ചു വാങ്ങി. കാൽമുട്ടുകളിൽ മുഖമമർത്തി കരയുന്നതിനിടയിൽ അവർ ബാക്കി പറയുന്നത് കേട്ടു. മോളെ, പ്രാർത്ഥിക്ക്, അതാണിപ്പോൾ വേണ്ടത്. രാധേച്ചിയും ഒപ്പമിരുന്നു. എനിക്ക് വയ്യ ചേച്ചി, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്കറിയില്ല ജയ. ആ പയ്യൻ്റെ ചോര മുഴുവനും പോയി. ഈശ്വര, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ചേച്ചിയുടെ വാക്കുകൾ തമര് പോലെ ഹൃദയത്തിൽ തുളച്ചിറങ്ങി. സ്വയം തലക്കടിച്ചു പോയി. രാധേച്ചി കൈകളിൽ കയറി പിടിച്ചു. എന്താ കുട്ടി ഈ കാണിക്കുന്നത്? ഞാൻ കാരണമാണെല്ലാം, ഈ പാപി കാരണം. വാക്കുകൾ വഴുതി വീണു. എന്താ മോളെ, നിനക്ക് വട്ടുപിടിച്ചോ? ഉള്ളതാണ് ചേച്ചി ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ കല്യാണം മുടങ്ങിയ ആ പെങ്ങൾക്കാവുമെന്നാണ് അവർ ധരിച്ചിരുന്നത്. അവളെ മാത്രം അവർ മാറ്റി നിർത്തി. എന്നിട്ട് വാക്കുകൾ വിതുമ്പി. നീ എന്തൊക്കെയാ പുലമ്പുന്നത് ജയ? രാധേച്ചിയുടെ മടിയിലേക്ക് വീണ് കഴിഞ്ഞുപോയ ആ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യം പറഞ്ഞു. ഉവ്, ശരിയാ, അവരയച്ച ആളുകളാ. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഒരു സ്കോർപിയോ വിട്ടുപോകുന്നത് കണ്ടു. വരദേട്ടനറിയാം ആ നമ്പർ. എന്നോടും പറഞ്ഞു ഓർത്തു വെക്കാൻ. ചേട്ടൻ ഫോൺ എടുത്തിട്ടുമില്ല. പക്ഷേ എങ്ങനെ ആരോട് പറയും? രാധേച്ചിക്ക് നിരാശയായി. ചേച്ചി പറയ്, ഞാൻ വിളിക്കാം പോലീസ് സ്റ്റേഷനിൽ. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. തൻ്റെ ഫോണിൽ സബ് ഇൻസ്പെക്ടറുടെ നമ്പർ ഉണ്ടായിരുന്നു. ആൺതുണയില്ലാതെ താമസിക്കുന്ന വീടായതുകൊണ്ട് എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് അറിയുമായിരുന്നില്ലല്ലോ. അങ്ങനെ സേവ് ചെയ്തതാണ്. രാധേച്ചി പറഞ്ഞു തന്ന സ്കോർപിയോയുടെ നമ്പർ ഇൻസ്പെക്ടറെ അറിയിക്കുമ്പോൾ പ്രവീണിൻ്റെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തി. വേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യാം മാഡം. ആദ്യം കൺട്രോൾ റൂമിൽ അറിയിക്കാം. ശ്രീഹരിയെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്നറിയോ?
അറിയില്ല, ഭരതേട്ടനാണ് കൊണ്ടുപോയിരിക്കുന്നത്. മിക്കവാറും ആദ്യം കാണുന്ന ആ പുതിയ ഹോസ്പിറ്റലിലാവും. ഞാൻ അവിടേക്ക് വിളിക്കുന്നുണ്ട്. സമാധാനമായിരിക്കെ. കൈവിട്ടു പോയ സമാധാനം ഒരിക്കലും മടക്കി കിട്ടാൻ പോകുന്നില്ലെന്ന് മനസ്സ് പറഞ്ഞു. രാധേച്ചി പിന്നീട് തറയിലിരിക്കാൻ സമ്മതിച്ചില്ല. തളത്തിലെ കട്ടിലിലേക്ക് പിടിച്ചു നടത്തി. ഒപ്പം ഇരിക്കുന്നതിനിടയിൽ ഐശ്വര്യയുടെ ഫോൺ ശബ്ദിച്ചു. ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഹോസ്പിറ്റലുണ്ട്. പുതുതായി തുടങ്ങിയ വലിയ ഹോസ്പിറ്റലാണ്. അവിടെ തന്നെ ആകാനാണ് വഴി. രാധേച്ചി ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. പ്രവീണാണ്. അയാൾ തിരുവനന്തപുരത്ത് നിന്ന് പോന്നിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആരെയും കിട്ടുന്നില്ലെന്ന്. ശ്രീഹരിയുടെ ഫോൺ വിപിൻ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അവൻ അതിൽ നിന്നാണല്ലോ വരദേട്ടനെ വിളിച്ചത്. മോളെ, എൻ്റെ വിപിന് വല്ലതും? ജാനു അമ്മ തേൻമേശയുടെ അരികിലെത്തിയിരുന്നു. ഉറക്കത്തിനിടയിൽ എഴുന്നേറ്റ് വന്നതാണ്. അവനൊന്നുമില്ല. അവനെ വന്നവർ ശ്രീഹരിയുടെ മുറിക്കുള്ളിൽ തള്ളിയിട്ട് വാതിൽ പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. ഇപ്പോൾ വണ്ടി ഓടിച്ച് പോയിരിക്കുന്നത് അവനാണ്. രാധേച്ചി മറുപടി പറഞ്ഞു. എൻ്റെ ഭഗവതി, എൻ്റെ കുഞ്ഞിന് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. തലയിൽ കൈവച്ച് ജാനു അമ്മ നിലത്തിരുന്നു പോയി. ഉള്ളിൽ തിരമാലകൾ ഇരമ്പുന്നു. വിപിൻ ഇന്നോവ ഓടിക്കുന്നത് താനും കണ്ടിട്ടില്ല. ബൈക്കാണ് അവൻ്റെ സ്ഥിര വാഹനം. വീണ്ടും സ്വയം അറിയാതെ തന്നെ SIയുടെ നമ്പറിലേക്ക് കോൾ പോയി. മാഡം, ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ബ്ലഡ് കുറേ പോയതുകൊണ്ട് പ്രശ്നമാണ്. മെയിൻ ഡോക്ടേഴ്സ് ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു. പ്രവീൺ സാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഈസ്റ്റിലെയും വെസ്റ്റിലെയും CIമാർ എത്തിയിട്ടുണ്ട്. പിന്നൊരു വിവരമുള്ളത്, ആ സ്കോർപിയോ കണ്ടെത്തി. കൊട്ടേഷൻ സംഘമാണ്. എല്ലാവരെയും അകത്താക്കിയിട്ടുണ്ട്. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീട്, ഈശ്വര, പകരം എൻ്റെ ജീവൻ എടുത്തോളൂ. അദ്ദേഹത്തിനൊന്നും സംഭവിക്കരുതേ. ആ പ്രാർത്ഥന മാത്രം ഉരുവിടുമ്പോഴും അടിവയറ്റിൽ നിന്നും ശരീരമാകെ കത്തിപ്പടർന്ന തീ കെട്ടടങ്ങുന്നില്ല. കാൽമുട്ടുകളിൽ മുഖമമർത്തി നിശബ്ദം കരയുകയായിരുന്നു. പിന്നീട്, എന്താ രാധകുഞ്ഞെ ഉണ്ടായത്? സമനില വീണ്ടെടുത്തു കഴിഞ്ഞ ജാനു അമ്മ ചോദിക്കുന്നു. വന്നവർ വിപിനെ അകത്തേക്ക് തള്ളിയിട്ടപ്പോൾ അവൻ ആകെ പേടിച്ച് നിലവിളിച്ചു. പക്ഷേ ആര് കേൾക്കാൻ? പിന്നെ ജനാല തുറന്നിട്ടായിരുന്നു നിലവിളി. ഹാരിസിൻ്റെ വീട്ടുകാരാണ് ആദ്യം ചെന്നത്. വരദേട്ടനെ ഫോണിൽ വിളിച്ചത് വിപിനാണ്. ഏട്ടൻ ചെല്ലുമ്പോൾ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഏട്ടൻ ഉടുത്തിരുന്ന കൈലി ഉരിഞ്ഞ് തലയാദ്യം ചുറ്റിക്കെട്ടി. വിപിൻ ബെഡ്ഷീറ്റ് വലിച്ചുകൊണ്ട് വരുന്നത് കണ്ടാ ഞാൻ വീട്ടിലേക്ക് ഓടിയത്. എത്ര തുണി ചുറ്റിക്കെട്ടിയിട്ടും ചോര നിൽക്കണ്ടേ? ഈശ്വര, നല്ല മനസ്സുള്ള ഒരു പയ്യനായിരുന്നു. ഒന്നും വരുത്തരുതേ. പറഞ്ഞു വന്നപ്പോഴേക്കും രാധേച്ചി കരഞ്ഞുപോയി. ഇവന്മാർക്ക് ആര് കതക് തുറന്നു കൊടുത്തു? ജാനു അമ്മയുടെ സംശയം. തുറന്നു കൊടുത്തതൊന്നുമല്ല, ചവിട്ടിപ്പൊളിച്ചതാണ്. ഒരു പാളി ഇളകി കിടക്കുന്നുണ്ട്. ഓഫീസ് തുറന്നു കിടക്കുകയാണെന്ന് മനസ്സിലായി. ഒന്നും ചെയ്യാനാവില്ല. കൈകാലുകൾ മരവിച്ചിരിക്കുന്നു. ജാനു അമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ടു. മൗനം കനത്ത് വിങ്ങുകയാണ്. അവിടെ മൊത്തം പോലീസുണ്ട്. പിന്നെ കുറേ ആൾക്കാരും. ജാനു അമ്മ മടങ്ങി വന്നു. ഇനിയിപ്പോൾ പോലീസ് നോക്കിക്കോളും. കമ്പ്യൂട്ടർ 3-4 എണ്ണമില്ലേ? പൈസയൊന്നും അവിടെ സൂക്ഷിക്കാറില്ലെന്ന് വരദേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മനസ്സിലേക്ക് പതിയുന്നില്ല. ഈശ്വര, ആ ജീവൻ തിരിച്ചു തരണേ. അതുമാത്രമേ തൻ്റെ പ്രാർത്ഥനയിലുള്ളൂ. പലവട്ടം ഫോൺ കയ്യിലെടുത്തു SIയെ വിളിക്കാൻ വേണ്ടി. പക്ഷേ ധൈര്യമില്ല. ഹൃദയം അടക്കി പിടിച്ചുകൊണ്ടാണ് മണിക്കൂറുകൾ തള്ളി നീക്കിയത്. ആ ഒറ്റയിരിപ്പ് തന്നെ ഇരുന്നു. രാധേച്ചി ഇതിനിടയിൽ കട്ടിലിൻ്റെ ഒരു വശത്ത് കിടപ്പായി. രാവിലെ ഐശ്വര്യയും വിപിനും ഏതോ ഒരു ഓട്ടോയിൽ വന്നിറങ്ങി. വന്നപാടെ അവൾ തന്നെ ചുറ്റിപ്പിടിച്ച് നിലവിളിച്ചു. കുറച്ച് മാറിയിരുന്ന് വിപിനും കരഞ്ഞു. എന്താ മോളെ ഉണ്ടായത്? നീ വിവരം പറയ്, രാധേച്ചി ചോദിച്ചു. തനിക്കതിനുള്ള ത്രാണിയും ഉണ്ടായില്ല. ഒന്നും പറയാറായിട്ടില്ല. സർജിക്കൽ ICUവിലേക്ക് മാറ്റിയത് ഇപ്പോഴാണ്. കരഞ്ഞ് കരഞ്ഞ് അവളുടെ ഒച്ചയടഞ്ഞു പോയിരുന്നു. മോനെ, നീ പോയി ആ ഷർട്ടും മുണ്ടും മാറ്റ്, ജാനു അമ്മ വിപിനോട് പറഞ്ഞു. തലയുയർത്തിയത് അപ്പോഴാണ്. അവൻ്റെ ഡ്രസ്സിൽ മുഴുവനും ചോരക്കര ഉണങ്ങി പിടിച്ചിരിക്കുന്നു. ഐശ്വര്യയുടെ നൈറ്റിയിലുമുണ്ട്. മുള ചീന്തുന്നത് പോലെ പൊട്ടിക്കരഞ്ഞു പോയി. പിന്നതൊരു കൂട്ടക്കരച്ചിലായി. നിങ്ങളിങ്ങനെ കരയാതെ മക്കളെ, വേഷം മാറാൻ നോക്ക്, രാധേച്ചിയും പറഞ്ഞു. വിപിൻ കരച്ചിലടക്കി പെട്ടെന്ന് എഴുന്നേറ്റു. ഐശ്വര്യ ചേച്ചി, വേഗം റെഡിയാവണം, ഉടനെ പോവാനുള്ളതാ. പിന്നെ അവൻ രാധേച്ചിയുടെ നേരെ തിരിഞ്ഞു. വരദൻ സാറിൻ്റെ ഫോണും ഒരു ജോഡി ഡ്രസ്സും തോർത്തുമൊക്കെ എടുത്തു തരാൻ പറഞ്ഞു. എല്ലാം വേഗം വേണം. രാധേച്ചി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. പോകുന്നതിന് മുമ്പ് തന്നോട് പറയാൻ മറന്നില്ല. നീ ഈ ഇരിപ്പിരിക്കരുത് ചെയ്യാ. ആ ചായ എടുത്ത് കുടിക്ക്. ഞാൻ ചെല്ലട്ടെ. പ്രാർത്ഥിക്കാൻ മറക്കണ്ട. അത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളൂ.
തളം പെട്ടെന്ന് ശൂന്യമായതുപോലെ ചൈതന്യം വാർന്നുപോയ ശരീരവും മനസ്സുമായി ആ കിടക്കയിൽ തന്നെ കിടന്നു. ചായ കുടിക്കാൻ ജാനു ഉമ്മ നിർബന്ധിച്ചിട്ടും മനസ്സൊരുങ്ങിയില്ല. ഐശ്വര്യ തന്നെ ശ്രദ്ധിക്കാനൊന്നും നിന്നില്ല. അവൾ കുളിക്കാനായി കയറിയ സമയത്ത് വിപിൻ ഓടി വന്നു. അവൻ അപ്പോഴും വേഷം മാറിയിരുന്നില്ല. ചേച്ചി, തെളിവ് കിട്ടിയിട്ടുണ്ട്. ശ്രീയേട്ടൻ്റെയും ആ കാല് വയ്യാത്ത പെണ്ണിൻ്റെയും ഒരുമിച്ചുള്ള ഒരു വലിയ ഫോട്ടോ ഓഫീസ് റൂമിൽ നിന്നും പോലീസിന് കിട്ടി. അതവിടെ മുമ്പുണ്ടായിരുന്നതാണോ എന്ന് പോലീസ് ചോദിച്ചു എന്നോട്. നീ എന്ത് പറഞ്ഞു? അങ്ങനെയൊന്നും ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ചേച്ചി. നിശ്ചയത്തിൻ്റെ ഒരു ഫോട്ടോയും ശ്രീയേട്ടൻ ഓഫീസിലേക്ക് കൊണ്ടുവരികയോ ഞങ്ങളെ കാണിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ആ നിശ്ചയത്തിൻ്റെ കാര്യം ആരെങ്കിലും പറയുന്നത് തന്നെ ശ്രീയേട്ടന് ഇഷ്ടമല്ലായിരുന്നു. പിന്നെയല്ലേ ഫോട്ടോ? കണ്ണുകളിൽ ഇരുട്ട് കയറുകയാണ്. കൊലയാളികളെ വിട്ടിരിക്കുന്നത് രഞ്ജിത്തിൻ്റെ വീട്ടുകാർ തന്നെയാണ്. ആളുമാറി ആക്രമിക്കാതിരിക്കാനാവും ഫോട്ടോ കൊടുത്തയച്ചത്. ചിന്തകൾ ചെന്നെത്തുന്നത് തന്നിലേക്ക് തന്നെയാണ്. എല്ലാറ്റിനും കാരണക്കാരി മറ്റാരുമല്ല, ജയന്തി തന്നെയാണ്. ആ കല്യാണം മുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. തനിക്കിങ്ങനെ തീ തിന്ന് കിടക്കേണ്ടി വരില്ലായിരുന്നു. ഇതാണ് തൻ്റെ വിധി, തൻ്റെ മാത്രം നിയോഗം. ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെയൊക്കെ ദുരന്തത്തിലേക്ക് തള്ളിയിടുക. തൻ്റെ മൂന്നാമത്തെ ഇരയാകാനായിരുന്നു ശ്രീഹരിയുടെ യോഗം. ഉള്ളിൽ സങ്കടക്കടൽ ഇരമ്പി മറയുകയാണ്. കണ്ണുകൾ തോരുന്നില്ല, ഹൃദയം വിതുമ്പിക്കൊണ്ടിരിക്കുന്നു. ശ്രീഹരിയെ തനിക്ക് തിരിച്ചു കിട്ടണം. മറ്റൊന്നിനുമല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടു വളർന്ന വിശ്വേട്ടൻ്റെ ദാരുണമായ അന്ത്യം തൻ്റെ മനസ്സിൽ നേരിയ ഒരു പോറൽ പോലും വീഴ്ത്തിയിരുന്നില്ലെന്നോർത്തു. ആ നിഴൽ പോലും ശരീരത്തെ സ്പർശിക്കരുതെന്ന് തീവ്രമായി ആഗ്രഹിച്ചതാണ് താൻ. ആ വിരൽ സ്പർശം ഏൽക്കുന്നതിന് മുമ്പ് എല്ലാ ദുരാഗ്രഹങ്ങളും മാറ്റിവെച്ച് അയാൾ പോയി. നഷ്ടബോധത്തിൻ്റെ ഒരു ചെറു കണിക പോലും മനസ്സിൽ ഇപ്പോഴുമില്ല. പക്ഷേ ശ്രീഹരി ഹൃദയം കൊണ്ട് താൻ അദ്ദേഹത്തിന് അടിമയായി കഴിഞ്ഞുവെന്ന നഗ്നമായ യാഥാർത്ഥ്യം ഈ നിമിഷങ്ങളിലാണ് ഉള്ളം തിരിച്ചറിയുന്നത്. ഈശ്വര, അദ്ദേഹത്തെ മടക്കിത്തരൂ. ചേച്ചി, തൊട്ടരികിൽ ഐശ്വര്യ. അവളുടെ കയ്യിൽ ആവി പറക്കുന്ന ചായയുണ്ട്. ഇത് കുടിച്ചേ പറ്റൂ. ഇങ്ങനെ ഒരേ കിടപ്പ് കിടന്നാൽ ഞാൻ എങ്ങനെ പോകും ചേച്ചി? അവിടാണെങ്കിൽ രേഖേച്ചി തനിച്ചേയുള്ളൂ. വിദ്യാമ്മയെ ഒന്നും അറിയിച്ചിട്ടില്ല. ആ വാക്കുകൾ ഉള്ളുണർത്തി പതിയെ എഴുന്നേറ്റിരുന്നു. ഐശ്വര്യ പിന്നിൽ വന്നിരുന്ന് ദേഹം താങ്ങി പതിയെ ചായ പിടിച്ചു തന്നു. വാതിൽക്കൽ കാൽപെരുമാറ്റം കേട്ടു. ജമീല സാർ. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. മാഡം, ഒന്ന് സമാധാനപ്പെടുത്ത്. ശ്രീയേട്ടനെ കൊണ്ടുപോയപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. ഒരു പിടിവെള്ളി കിട്ടിയ ആശ്വാസത്തിലായിരുന്നു ഐശ്വര്യ. അവർ തൊട്ടടുത്ത് വന്നിരുന്നു. കൈകൾ കോർത്തു പിടിച്ചു. തൻ്റെ മനസ്സ് ഐശ്വര്യയേക്കാൾ തൊട്ടറിഞ്ഞവരാണ്. ജയ, ഇങ്ങനെ തളരരുത്. പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ട് കഴിയൂ. ആ ശബ്ദം ഇടറിയിരുന്നു. ഞാൻ മനഃപൂർവ്വം കരയുന്നതല്ല മാഡം. എനിക്കറിയാം. അവർ വാക്കുകൾക്ക് വേണ്ടി പരതി. ജയ, ചായ കുടിച്ചോ? വാതിൽ കടന്ന് രാധേച്ചിയും വന്നു. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല ജമീല. ആൾക്കാരൊക്കെ വിവരം അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മറുപടി പറഞ്ഞ് മരുമോൾ കൊച്ചു പൊറുതി മുട്ടി. പത്രത്തിൽ വന്നിരുന്നെങ്കിൽ ഇത്രയും അന്വേഷണങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, രാധേച്ചി പറഞ്ഞുകൊണ്ടിരുന്നു. പാതിരാത്രി കഴിഞ്ഞ് നടന്ന സംഭവമല്ലേ, ഇനി നാളെ ഉണ്ടാവും ജമീല സാറിൻ്റെ മറുപടി. നിങ്ങൾ 2 പേരുണ്ടാവുമല്ലോ. വിപിൻ ഇപ്പോൾ വരും ഓട്ടോയും കൊണ്ട്. ഐശ്വര്യ എഴുന്നേറ്റു. കുട്ടി പോരുമ്പോൾ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലെ സ്ഥിതി? അന്വേഷണം ജമീല സാറിൽ നിന്നായിരുന്നു. രാവിലെ ICUവിലേക്ക് മാറ്റിയത്. 5-6 മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ആരെങ്കിലും കയറി കണ്ടോ? കയറ്റുന്നില്ല ആരെയും. പിന്നെ ഇവിടുത്തെ CIയുടെ നിർബന്ധപ്രകാരം പ്രവിയേട്ടനെ മാത്രം കയറ്റി. ഒരുപാട് നേരം പിടിച്ചു പ്രവിയേട്ടൻ ഇറങ്ങി വരാൻ. ഞങ്ങളൊക്കെ ശ്വാസം വിടാൻ പോലും മറന്ന് കാത്തു നിൽക്കുകയായിരുന്നു. ഏട്ടൻ കരഞ്ഞിട്ടുണ്ടാവും. ആ കണ്ണുകളും മുഖവും ഒക്കെ ചുവന്നു തുടുത്തിരുന്നു. എനിക്കൊന്ന് കാണണം എൻ്റെ ഏട്ടനെ എന്നും പറഞ്ഞ് രേഖേച്ചി ഭയങ്കര ബഹളമായിരുന്നു. എല്ലാവരും കൂടി സമാധാനപ്പെടുത്തി റൂമിലേക്ക് കൊണ്ടുപോയി. നീ പൊയ്ക്കോ ഐശ്വര്യ പറയുമ്പോൾ തൻ്റെ ശബ്ദം നന്നേ തളർന്നിരുന്നുവെന്നറിഞ്ഞു. ചേച്ചി ഈ കിടപ്പ് കിടക്കരുത്. എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കണം. കുട്ടി പൊയ്ക്കോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. എന്തുണ്ടായാലും വിളിക്കാൻ മറക്കരുത്, രാധേച്ചി ഓർമ്മപ്പെടുത്തി. അവൾ തലയാട്ടുമ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. നാട് മൊത്തം ഇളകി മറിഞ്ഞിരിക്കുകയാണ് ബ്ലഡ് നൽകാൻ. ഇവിടുന്ന് പോയവരുടെ നീണ്ട ക്യൂ ആണ് പോലും. ഹാരിസ് പോയിട്ട് വന്ന് പറഞ്ഞതാ. എല്ലാവർക്കും ഒരു ഉപകാരിയാണ് ആ പയ്യൻ. ഇത്രയും പേരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. രാധേച്ചി നെഞ്ചിൽ കൈവച്ച് ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. മറ്റുള്ളവരുടെ പ്രാർത്ഥനയും മറ്റൊന്നായിരുന്നില്ല. ഇരുവരും നിർബന്ധിച്ചതിൻ്റെ പേരിൽ
പല്ല് തേച്ച് ഒരു ഗ്ലാസ് ഓട്സ് കുടിച്ചെന്ന് വരുത്തി. ബുധനാഴ്ചയായിരുന്നു അത്. ഓഫീസിൽ പോകാൻ മനസ്സനുവദിച്ചില്ല. ആരും നിർബന്ധിച്ചതുമില്ല. രാധേച്ചി ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തി ജമീല സാർ യാത്ര പറഞ്ഞു. തളത്തിലെ കട്ടിലിൽ കാൽമുട്ടുകളിൽ മുഖമമർത്തി ഒരൊറ്റ പ്രാർത്ഥനയോടെ തപസ്സിരുന്നു. ഇതിനിടയിൽ രാധേച്ചി വരദേട്ടനെ വിളിച്ചു നോക്കി. ഒന്നും പറയാറായിട്ടില്ല. ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോധം വീണ്ടു കിട്ടണം, എന്നാൽ രക്ഷപ്പെട്ടു. അവരുടെ നാവിൽ നിന്ന് മുതിർന്നു വീണ വാക്കുകൾ കേട്ട് വീണ്ടും കരയാനേ കഴിഞ്ഞുള്ളൂ. ഫോൺ ഇടയ്ക്കിടെ ശബ്ദിക്കുമ്പോഴാണ് തനിക്ക് ജീവൻ വീഴുന്നതെന്ന് തോന്നി. രവിചന്ദ്രൻ എന്നൊരു ചേട്ടനുണ്ടോ ശ്രീഹരിയുടെ പെങ്ങളെ കെട്ടിയ പയ്യന്? രാധേച്ചിയുടെ ചോദ്യം തന്നോടായി. അറിയില്ല ചേച്ചി. അവനാണ് കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാട് ചെയ്തത്. ഇവിടെ ഉള്ളവരൊന്നുമല്ല ആ ദുഷ്ടന്മാര്. അങ്ങ് വടക്ക് നിന്നെങ്ങാണ്ടോ വന്നവരാ. എന്നിട്ട് രവിചന്ദ്രൻ ഒളിവില. പക്ഷേ അങ്ങനെ അങ്ങ് രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലായിടത്തേക്കും മെസ്സേജ് പോയിട്ടുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. പിടിച്ചിട്ട് എന്താ കാര്യം ചേച്ചി? നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ? എന്നാലും അവനെ അങ്ങനെ വെറുതെ വിടരുത്. എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഇതുപോലെ വെട്ടിയരിഞ്ഞേനെ. പറഞ്ഞു വന്നത് അബദ്ധമായെന്ന് രാധേച്ചിക്ക് തോന്നിയിട്ടുണ്ടാവും. പിന്നീട് സംസാരമൊന്നും ഉണ്ടായില്ല. പക്ഷേ തൻ്റെ ഹൃദയം നുറങ്ങുകയാണ്. കാൽമുട്ടുകൾ കണ്ണീരിൽ നനഞ്ഞുകൊണ്ടിരുന്നു. ഈശ്വര, അങ്ങയുടെ സവിധത്തിൽ ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കാം. അദ്ദേഹത്തെ മടക്കി തരൂ. ചുണ്ടുകളിൽ ആ മന്ത്രണം മാത്രം. ആ ഇരിപ്പ് മണിക്കൂറുകളോളം തുടർന്നു പോയി. ഉച്ചയായപ്പോൾ ജമീല സാർ വീണ്ടും വന്നു. പ്രത്യാശയോടെയാണ് ആ മുഖത്തേക്ക് നോക്കിയത്. പ്രതീക്ഷയുടെ ഒരു കിരണം പോലും അവളുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ എങ്ങാനും പോയോ? രാധേച്ചി ചോദിച്ചു. ഉവ്, അവിടുന്നാ വരുന്നത്. തളർന്നിരുന്നു ആ സ്വരം. എന്തെങ്കിലും വിവരം? പറയത്തക്കതായി ഒന്നുമില്ല. ICUയിൽ ആരെയും കയറ്റുന്നില്ല. ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനാണ്. ശ്രീഹരിയുടെ അമ്മ? അറിയിച്ചിട്ടില്ല ഇതുവരെ. ബാംഗ്ലൂരിൽ നിന്ന് രണ്ടാമത്തെ സിസ്റ്ററും ഭർത്താവും കുട്ടിയും വന്നിട്ടുണ്ട്. അവരും തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിൽ വന്നിട്ടും വീട്ടിലേക്ക് കയറിയില്ല. ഇളയ പെങ്ങൾ? അറിയിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഫോൺ ശ്രീഹരിയുടെ ഫോണിൽ വരുന്നുണ്ടായിരുന്നു. പ്രവീൺ എന്തോ കള്ളത്തരം പറഞ്ഞു. തൽക്കാലം നിർത്തിയിരിക്കുകയാണ്. എത്ര നാൾ അങ്ങനെ നിർത്താൻ പറ്റും? ആവൂ, അവർ മോഗിയായി. ഈ ജയ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും വരുത്തി വെക്കും. എണീക്ക കുട്ടി, അമ്മയുടെ അടുത്ത് വന്നിരിക്കൂ. രാധേച്ചി പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജമീല സാറും ഒപ്പം കൂടി. അമ്മയ്ക്ക് ജാനു അമ്മ ചോറ് വാരി കൊടുക്കുകയാണ്. അത് നോക്കി കുറേ നേരം നിശബ്ദയായിരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും ഒരു പിടി വറ്റുപോലും കഴിക്കാൻ തോന്നിയില്ല. ഉപ്പിട്ട ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം വാങ്ങി കുടിച്ചു. നാളെ ഓഫീസിൽ വരുമോ ജയ? ജമീല സാർ ഇടയ്ക്ക് ചോദിക്കാതിരുന്നില്ല. എനിക്കാവില്ല മാഡം. ഞാൻ ഈ ആഴ്ച മുഴുവനും ലീവ് എടുക്കുകയാണ്. എന്നാൽ 1-2 വെള്ള പേപ്പറിൽ ഒപ്പിട്ടതാ. മറ്റാർക്കെങ്കിലും ചാർജ് കൊടുക്കണം. വൈകുന്നേരം അവർ പോകുന്നതിന് മുമ്പ് ഒപ്പിട്ട് കൊടുത്തു. രാധേച്ചി വീട്ടിൽ പോയി മടങ്ങി വന്നതിന് ശേഷം അവർ യാത്ര പറഞ്ഞു. രാത്രി ഇരുട്ടുന്നത് വരെ രാധേച്ചിയായിരുന്നു കൂട്ട്. സമാധാന വാക്കുകൾ ഒരുപാട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കേട്ടിരുന്നതായി ഭാവിച്ചു. ഐശ്വര്യയെ വിളിക്കാൻ പലവട്ടം മനസ്സൊരുങ്ങിയതാണ്. പക്ഷേ അതിനുള്ള ധൈര്യമുണ്ടായില്ല. രാത്രി അവൾ എത്തുമെന്നും പ്രതീക്ഷിച്ചു. അതും ഉണ്ടായില്ല. 10-10:30 അവൾ വിളിച്ചു. ഹൃദയമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഇവിടെ ചേച്ചിമാർ 2 പേരും ഭയങ്കര പ്രശ്നമാണ്. കയറി കാണാൻ വിസമ്മതിക്കും തോറും അവർ വെപ്രാളപ്പെടുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ വരും ചേച്ചി? വരദേട്ടനും പ്രവിയേട്ടനും കൂടുതലായി ഒന്നും പറയരുതെന്ന് എനിക്ക് താക്കീത് തന്നിട്ടുമുണ്ട്. ഒറ്റ മുറിവ് മാത്രമേയുള്ളൂ. അതിത്തിരി ഗുരുതരമാണെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ഞാൻ പറയും ചേച്ചി? ദേഹം മൊത്തം വെട്ടേറ്റിട്ടുണ്ടെന്ന്. പറഞ്ഞു വന്നപ്പോഴേക്കും കരഞ്ഞുപോയി അവൾ. ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. ഫോണിൻ്റെ ബന്ധം അറ്റിട്ടും അത് ചെവിയോട് ചേർത്ത് പിടിച്ച് കുറേ നേരം ഇരുന്നു. പിന്നീട് നേരിടേണ്ടി വന്നത് ഒരു കാളരാത്രിയാണ്. വയറ്റിലും നെഞ്ചിലും ഒരുപോലെ തീയാളി കത്തിക്കൊണ്ടിരുന്നു. ഏകാന്തതയുടെ കാഠിന്യം മനസ്സിനെ വല്ലാതെ ചൂഴ്ന്നു നിന്നു. പലതവണ എഴുന്നേറ്റ് നടന്നു. രാവ് ഇരുണ്ടു വെളുത്തത് കൺമുന്നിൽ കണ്ടു. ഗേറ്റിന് മുകളിലൂടെ പത്രം പറന്നു വരുന്നത് നോക്കി നിന്നത് ജീവിതത്തിൽ ആദ്യമാണെന്ന് തോന്നി. ഫ്രണ്ട് പേജിൽ തന്നെ ആ കല്യാണ നിശ്ചയ ഫോട്ടോയും വാർത്തയും ഉണ്ടായിരുന്നു. താഴ്ഭാഗം പകുതിയോളം ചോരക്കറയിൽ മുങ്ങിയ ഫോട്ടോ അടിക്കുറിപ്പോടെയാണ് കൊടുത്തിരുന്നത്. ഫ്ലാറ്റ് ബിൽഡർ വെട്ടേറ്റ ആശുപത്രിയിൽ. ഗുരുതരാവസ്ഥ തുടരുന്നു. കൊട്ടേഷൻ സംഘം കയ്യോടെ പിടിയിൽ. വായിച്ചു വന്നപ്പോഴേക്കും കണ്ണുനീർ കൊണ്ട അക്ഷരങ്ങൾ അവ്യക്തമായി. സമനില വീണ്ടു കിട്ടിയപ്പോൾ അത് മുഴുവനും അരിച്ചുപെറുക്കി വായിച്ചു. പ്രേരണ നൽകിയ ബിസിനസ്സുകാരൻ അറസ്റ്റിലായത്
എന്നല്ലാതെ പേരെടുത്ത് മറ്റാരെയും പരാമർശിച്ചിട്ടില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വിവാഹം മുടങ്ങിയതും പെങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതും പറഞ്ഞു പോയിട്ടുണ്ട്. തളത്തിലിരുന്നാൽ ഗേറ്റ് കാണാം. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ജനാലയ്ക്കടുത്തേക്ക് കിടന്ന കസേരയിലിരുന്നു. ജാനു അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഒരു കാലി ചായ കുടിച്ചെന്ന് വരുത്തി. വരദേട്ടനാണ് ആദ്യം വന്നത്. ആ മുഖത്ത് പ്രസന്നത തീരെയുണ്ടായിരുന്നില്ല. ഷേവ് ചെയ്യാത്ത കവിളുകളും ഉറക്കച്ചടവ് നിഴൽ വീഴ്ത്തിയ മുഖവും ഏട്ടന് പ്രായം തോന്നിപ്പിച്ചു. വരുന്ന വഴിയാണ് ജയ, നീ ലീവിലാണെന്ന് രാധ പറഞ്ഞു. പോകാൻ പറ്റുന്നില്ല ഏട്ടാ. ഞാൻ നിർബന്ധിക്കുന്നില്ല, പ്രാർത്ഥിക്ക് ആ ജീവൻ തിരിച്ചു കിട്ടാൻ. ഡോക്ടേഴ്സ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ബ്ലഡ് കുറേ പോയിട്ടുണ്ട്, അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓർമ്മ തിരിച്ചു കിട്ടണം. അവരും പറയുന്നത് പ്രാർത്ഥിക്കാനാണ്. പിന്നീട് തനിക്ക് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും നീ തക്ക സമയത്ത് വിളിച്ച് പറഞ്ഞതുകൊണ്ട് അവന്മാരെ കൈയോടെ പിടിക്കാൻ പറ്റി. പോകുന്നതിന് മുമ്പ് വരദേട്ടൻ പറഞ്ഞു. മനസ്സൊന്നുണർന്നത് പോലുമില്ല. 10 മണിയായപ്പോഴേക്കും ഐശ്വര്യ വന്നു. അവളുടെ മുഖം കനത്ത് വിങ്ങിയിരുന്നു. തൻ്റെ നോട്ടം കണ്ടിട്ടാവും ചോദ്യങ്ങളൊന്നുമില്ലാതെ തന്നെ ഐശ്വര്യ പറഞ്ഞു തുടങ്ങി. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ചേച്ചി. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഡോക്ടർമാർ പോലും പറയുന്നില്ല. അവർക്കും പറയാനാവുന്നില്ല. മോളെ, അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു വിളിച്ചു. തൻ്റെ ദയനീയമായ നോട്ടം കണ്ടിട്ടാവും അവൾ ധൈര്യം തന്നു. എന്താണെങ്കിലും പറയ്, എനിക്കൊന്ന് കാണണം, ഒരു നോക്ക് മാത്രം. ഞെട്ടിത്തരിച്ചതുപോലെ അവൾ നിശ്ചലം നിന്നു. ഐശ്വര്യ, ഇനി എൻ്റെ ജീവിതത്തിൽ നിന്നോട് ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല. എനിക്കൊന്ന് കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ചേച്ചി, പെണ്ണുങ്ങൾ ആരെയും കയറ്റില്ല. രേഖേച്ചിയും പ്രിയേച്ചിയും എല്ലാവരുടെയും കാല് വരെ പിടിച്ചതാണ്. അവർ കൂടപ്പിറപ്പുകളല്ലേ. ഞാൻ ഒരു ഔട്ട്സൈഡർ അല്ലേ ഐശ്വര്യ? നീ പറഞ്ഞു നോക്ക്, എന്നെ കയറ്റും. ചേച്ചി ഒരു ഔട്ട്സൈഡർ മാത്രമാണോ? എന്നോട് പറയേ. അവൾ കരഞ്ഞുകൊണ്ട് ഇരു ചുമലുകളിലും ശക്തമായി പിടിച്ചുലച്ചു. എനിക്കറിയില്ല മോളെ, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. പക്ഷേ എനിക്കറിയാം, നിങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള ആത്മബന്ധമുണ്ട്. ചേച്ചിയെ പഠിച്ചതുപോലെ ഞാൻ ശ്രീയേട്ടനെയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദനയുടെ കല്യാണ ബഹളമൊക്കെ കഴിഞ്ഞ് ചോദിക്കാനിരുന്നതാണ് ഏട്ടനോട്. എന്നിട്ട് അവൾ മുഖം പൊത്തി കരഞ്ഞു. ഒപ്പം കരയാനേ കഴിഞ്ഞുള്ളൂ. ഞാൻ ശ്രമിക്കാൻ ചേച്ചി. അവിടുത്തെ സിറ്റുവേഷൻ നോക്കട്ടെ. ICUവിന് പുറത്തും റൂമിലുമൊക്കെ എപ്പോഴും ആൾക്കാരുണ്ട്. ഉച്ചയ്ക്കൊന്ന് പോയി വന്നിട്ട് ഞാൻ പറയാം. ചേച്ചി സമാധാനമായിരിക്കെ. എഴുന്നേറ്റ് പോകുന്നതിനിടയിൽ അവൾ പറഞ്ഞു. പിന്നീട് മനസ്സ് നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ നിർബന്ധിച്ചതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു പിടി വറ്റ് വാരി തിന്നു. ഊണ് കഴിഞ്ഞ് അവൾ പോയി. പ്രത്യാശയോടെ കാത്തിരുന്നു. ഒന്ന് കാണണം, കണ്ടേ തീരൂ. പിന്നീട് എന്ത് സംഭവിച്ചാലും തനിക്കത് താങ്ങാൻ പറ്റും. അവൾ മടങ്ങി വരുന്നതിനിടയിലും നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി കാതോർത്തിരുന്നതും വെറുതെയായി. രാത്രി എല്ലാവരും റൂമിലായിരിക്കും. വെളുപ്പിന് വിപിൻ ഓട്ടോ കൊണ്ടുവരും. ജാനു അമ്മയോട് പറയണ്ടേ? മടങ്ങി വന്ന പാടെ അവൾ ചോദിച്ചു. നീ തന്നെ പറയേ. അവൾ എന്താണ് പറഞ്ഞതെന്ന് അന്വേഷിക്കാൻ പോയില്ല. ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എത്രയും വേഗം ആ സബിതത്തിലെത്തണം. രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. 3 മണി കഴിഞ്ഞപ്പോഴേ കുളിച്ച് ഡ്രസ് ചെയ്ത് കാത്തിരുന്നു. 5 മണിക്ക് വിപിൻ എത്തും. അതിനു മുമ്പ് തന്നെ ഐശ്വര്യയും റെഡിയായി. വണ്ടി ഓടിക്കുമ്പോൾ വിപിൻ പറഞ്ഞു, ഇത് ജോലിക്ക് ചേരുന്നതിന് മുമ്പ് ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ എളുപ്പത്തിൽ പഠിച്ചു. ഓട്ടോയ്ക്കുള്ളിലെ നിശബ്ദത അകറ്റാൻ വേണ്ടി അവൻ സംസാരിച്ചു തുടങ്ങി. നീ എങ്ങനെ വിപിൻ അന്ന് ആ ഇന്നോവ ഓടിച്ചത്? ഐശ്വര്യ ചോദിച്ചു. എനിക്കറിയില്ല ചേച്ചി, എങ്ങനെയാ അത് സംഭവിച്ചതെന്ന്. വണ്ടി എടാ എന്ന് വരദൻ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കീ എടുത്തു. സാറിൻ്റെ ഒച്ചയാണ് എനിക്ക് ധൈര്യം തന്നതെന്ന് തോന്നുന്നു. സർവ്വ ഈശ്വരന്മാരെയും വിളിച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. മംഗലത്ത് നിന്ന് ശ്രീസാർ ഉള്ളപ്പോൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്. നീ പഠിക്കടാ എന്ന ഒരാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് അന്നൊക്കെ അടുത്തിരുന്ന ശ്രീസാർ പറയുമായിരുന്നു. ഓട്ടോ അരികിലേക്ക് ഒതുക്കി പെട്ടെന്നവൻ പൊട്ടിക്കരഞ്ഞു. ബിബിനെ കരയിലേടാ. ഐശ്വര്യയും കരച്ചിലിൻ്റെ വക്കോളമെത്തി. മനസ്സിനെ നിയന്ത്രിക്കുകയായിരുന്നു താൻ. ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ. സമനില വീണ്ടെടുത്തു കഴിഞ്ഞ വിപിൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. അന്ന് എതിരെയൊന്നും വണ്ടികൾ വരരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടി ഞാൻ ഒരുപാട് നേർച്ചകൾ നേർന്നു. പഴനിയിൽ പോയി മൊട്ടയടിക്കാമെന്ന് വരെ നേർന്നു, എൻ്റെ സാറിനെ തിരിച്ചു കിട്ടാൻ. ഹോസ്പിറ്റലിൻ്റെ വിശാലമായ പോർച്ചിൽ എത്തിക്കിട്ടുന്നത് വരെ അവൻ കരഞ്ഞിട്ടുണ്ടാവാം. ലിഫ്റ്റ് വഴി സർജിക്കൽ ICUവിൻ്റെ മുന്നിലെത്തുമ്പോൾ പുറത്തെ വെയിറ്റിംഗ് റൂം ഏതാണ്ട് വിജനമായിരുന്നു. ഐശ്വര്യ പതിയെ വാതിലിൽ മുട്ടി.
അവൾ തലേന്ന് തന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്നിരുന്ന സിസ്റ്ററിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഹൃദയം പടഹധ്വനി മുഴക്കാൻ തുടങ്ങുന്നതറിഞ്ഞു. കൈകാലുകൾ വിയർപ്പിൽ നനഞ്ഞു കുതിരുന്നതും. പെട്ടെന്ന് ഇറങ്ങിയേക്കണം. അവർ തന്നെയാണ് ആ കിടക്ക ചൂണ്ടിക്കാട്ടി തന്നത്. ഒന്നേ നോക്കിയുള്ളൂ. തലയും ദേഹവും ഒക്കെ ബാൻഡേജ് ഇട്ട ഒരു മനുഷ്യരൂപം. നെഞ്ചിൽ കിടന്നിരുന്ന വയറുകൾ തലങ്ങും വിലങ്ങും യന്ത്രങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു തേങ്ങലോടെയാണ് അരികിലേക്ക് ചെന്നതും ബെഡിലിരുന്ന് ആ കാൽവിരലുകളിൽ മുഖമമർത്തി കരഞ്ഞതും. പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? സിസ്റ്റർ സ്വരം താഴ്ത്തി ഐശ്വര്യയെ ശകാരിക്കുന്നത് കാതിൽ പതിഞ്ഞു. അവൾ ശബ്ദമടക്കി കരഞ്ഞുകൊണ്ട് തന്നെ പിന്നോട്ട് വലിച്ചു. ചേച്ചി, ഇതിനാണോ ഇവിടെ വരെ വന്നത്? ഏതോ ഗുഹാമുഖത്ത് നിന്ന് ഇഴഞ്ഞെത്തുന്ന വാക്കുകൾ. കണ്ണുകളിൽ ഇരുട്ട് നിറയുന്നു. അതിലേക്ക് ആഴ്ന്നു പോകുകയാണെന്നറിഞ്ഞു. ഞാൻ മരിക്കുകയാണ്. എല്ലാ വ്യഥകളും സങ്കടങ്ങളും അവസാനിപ്പിച്ച് ജയന്തി അവസാനിക്കുകയാണ്. മനസ്സൊരു മന്ത്രണം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും മധ്യേ ഊയലാടുകയാണ് മനസ്സ്. ആരുടെയോ കരവലയത്തിനുള്ളിലാണ് താൻ. ആ ചുണ്ടുകൾ കാതിനരികിൽ മന്ത്രിക്കുന്നു. എത്ര നാളിങ്ങനെ തനിച്ചു കഴിയും? കൈയുയർത്തി ആ മുഖത്ത് സ്പർശിക്കണമെന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. എനിക്ക് ആ പഴയ ജയന്തിയെയാണ് ഇഷ്ടം. ആ സ്വരത്തിലെ മസൃണത ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങുന്നു. തങ്ങളിരുവരും മറ്റേതോ ലോകത്തിലാണ്. ഇവിടെ തനിക്ക് സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രതിസന്ധികളെ നേരിടേണ്ടി വരില്ല. പക്ഷേ അമ്മ, ചേച്ചി, അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? പൊന്നുപോലെ നോക്കിക്കോളാം എൻ്റെ അമ്മയെ. രാജി ചോദിക്കുന്നു. അവളെ വിലക്കണമെന്നുണ്ട്. പക്ഷേ നാവനക്കാൻ കഴിയുന്നില്ല. മനസ്സിനുള്ളിൽ ഒരാളെയും പ്രതിഷ്ഠിച്ചുകൊണ്ടാണോ സന്യസിക്കാൻ പോകുന്നത്? സുമ്മയ്യ പൊട്ടിച്ചിരിക്കുന്നു. എതിർക്കാനാവുന്നില്ല. പേമാരിയാണ് ചുറ്റിനും. മുഖത്തും തലയിലും ഒക്കെ പാറക്കല്ലുകൾ പോലെ മഴത്തുള്ളികൾ ശക്തിയായി പതിക്കുന്നു. കാലുകൾ മുന്നോട്ടെടുത്തു വെച്ച് ഓടണമെന്നുണ്ട്. കൺപോളകൾ തുറക്കാൻ കഴിയുന്നതും ശ്രമിച്ചു. കാഴ്ച വ്യക്തമാവുന്നില്ല. ഇടുങ്ങിയ 4 ചുവരുകൾക്കുള്ളിൽ പെട്ടുപോയിരിക്കുന്നു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പിന്നീട് തോന്നി ആ ചുവരുകൾ ചലിക്കുന്നു. അത് ഭിത്തികളല്ലെന്നും കാറ്റത്തിളകിക്കൊണ്ടിരിക്കുന്ന ആകാശനീലിമയാർന്ന തിരശീലകളാണെന്നും ബോധ്യമായി. അതിനും തനിക്കുമിടയിൽ ആരൊക്കെയോ ഉണ്ട്. താൻ കിടക്കയിൽ തനിച്ചാണെന്നും തിരിച്ചറിഞ്ഞു. ആ രൂപങ്ങൾ ചലിക്കുന്നുണ്ട്. നോക്കിക്കിടക്കവേ അവരുടെ മുഖങ്ങൾ വ്യക്തമാവുന്നു. തന്നെയും ഉറ്റുനോക്കിക്കൊണ്ട് നിന്നിരുന്ന 2 പേരുടെ തോളിലൂടെ കറുത്ത് വളഞ്ഞു കിടക്കുന്ന കുഴലുകൾ സ്റ്റെതസ്കോപ്പാണെന്ന് തിരിച്ചറിയാൻ സമയമെടുത്തു. താൻ ഏതോ ആശുപത്രിയിലാണ്. കഴിഞ്ഞു പോയതൊക്കെ ഞൊടിയിടയ്ക്കുള്ളിൽ ഓർമ്മ വന്നു. ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ച തന്നെ ആരോ പതിയെ പിടിച്ച് ബെഡിലേക്ക് തന്നെ കിടത്തി. റിലാക്സ്, റിലാക്സ്. കാതിനരികിൽ മൃദുവായ മന്ത്രണം. ഐശ്വര്യ. ചുണ്ടുകൾ ഉരുവിട്ടു. ഐശ്വര്യ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. നേരത്തെ കേട്ട അതേ സ്വരം. ആരോ മുഖവും തലയും ഒക്കെ തുടയ്ക്കുന്നതറിഞ്ഞു. കണ്ണുമിഴിച്ച് കിടക്കയ്ക്ക് ചുറ്റും നിന്നവരെ നോക്കി. തൊട്ടടുത്ത് നിന്നത് നേഴ്സായിരുന്നു. അവർ ഹൃദ്യമായി ചിരിച്ചു. 2 പേർ ഡോക്ടേഴ്സാണ്. കാൽച്ചുവട്ടിൽ നിന്നയാളിന് ഒരു പരിചയവുമില്ല. ശ്രീഹരിയോളം പ്രായമുള്ള സുമുഖനായ ഒരു മനുഷ്യൻ. തലയ്ക്കുള്ളിൽ നിന്നും താൻ ഉയർന്നു വരികയാണ്. കിടക്കയാണ് പൊങ്ങുന്നതെന്നറിഞ്ഞു. ഈ ചായ കുടിക്ക്. നേരത്തെ കേട്ട അതേ സ്വരം. 1-2 ഇറക്ക് കുടിച്ചപ്പോഴേക്കും മുഖം തിരിച്ചു. തൊണ്ടയും അന്നനാളവും ഒക്കെ വരണ്ടുണങ്ങിയതുപോലെ നെഞ്ചകം നീറുന്നു. അത് മുഴുവനും കുടിക്ക്. കാൽക്കൽ നിന്നിരുന്ന ആളിൻ്റെ നിർദ്ദേശം ഉടനുണ്ടായി. ആ സ്വരത്തിലടങ്ങിയ ആജ്ഞാശക്തി ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. നെഞ്ച് സ്വയം തടവുന്നത് കണ്ട് നേഴ്സ് ആ ജോലി ഏറ്റെടുത്തു. ചായ ഗ്ലാസ് ഒഴിഞ്ഞപ്പോൾ കാലുകൾ അനക്കാമെന്നായി. എനിക്ക് പോവണം. തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് തെറിച്ചു. പോവാം, കുറച്ച് കഴിഞ്ഞ്. അരികിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു. BP ലോ ആണ്. റെസ്റ്റ് എടുത്തേ പറ്റൂ. അതുപോലെ ആഹാരവും. കണ്ണുകൾ ഇറക്കി പൂട്ടി. കൺകോണുകളിലൂടെ കണ്ണുനീർ ഒഴുകുന്നു. ജയന്തി. തൊട്ടടുത്ത് നിന്നാണ് ആ വിളി ഉയരുന്നത്. കാൽച്ചുവട്ടിൽ നിന്നിരുന്ന ആൾ കിടക്കയുടെ വശത്ത് വന്ന് നിൽക്കുന്നു. എവിടെയാണ് കിടക്കുന്നതെന്നറിയാമോ? തല കുലുക്കി. നാവനക്കാൻ വയ്യ. ചിലപ്പോൾ താൻ കരഞ്ഞു പോകും. 2 ബെഡിനപ്പുറത്ത് ശ്രീഹരിയുണ്ട്. അവിശ്വസനീയതയുടെ മിഴിപ്പൂക്കൾ തൻ്റെ മുഖത്തുദിച്ചിട്ടുണ്ടാവാം. ഒരു നല്ല വർത്തമാനം കൂടി പറയാനുണ്ട് ജയന്തി. കുറച്ചു മുമ്പ് അവന് ബോധം തെളിഞ്ഞു. ചാടി എഴുന്നേറ്റ് പോയി. പറ്റില്ല, കിടന്നോളൂ. ചിലപ്പോൾ തല കറങ്ങിയേക്കും. അത്രയ്ക്ക് ലോ ആയിരുന്നു ബ്ലഡ് പ്രഷർ. എന്നിട്ടിപ്പോൾ അവൻ സംസാരിച്ചു. വേദന താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് സെഡേഷൻ കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ മയക്കമാണിപ്പോൾ. സത്യം, അപരിചിതത്വത്തിൻ്റെ അകൽച്ചയൊന്നും അപ്പോഴുണ്ടായില്ല. ആ മുഖത്ത് നേരിയ ഒരു ചിരി വിടർന്നു.
ഞാൻ കള്ളം പറയാറില്ല ജയന്തി, പ്രത്യേകിച്ചും ഞാൻ അവൻ്റെ ബ്രദറിലോ ആയിരിക്കെ. പ്രവിയേട്ടൻ, ഡോക്ടർ എന്തു പറഞ്ഞു? പേടിക്കാനൊന്നുമില്ലെന്ന്. ഇനി ജയന്തിയാണ് നോർമൽ ആവേണ്ടത്. പേരിന് പോലും ആഹാരം കഴിച്ചിട്ടില്ലെന്ന് ഐശ്വര്യ പറഞ്ഞു. ഇനി നന്നായി എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. കഴിക്കാം. ശരി, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. തനിച്ച് ഇവിടെ കിടക്കാൻ പേടിക്കേണ്ട, എല്ലാവരും പുറത്തുണ്ട്. ഓക്കെ? വിദ്യാമ്മ ഇന്ന് വെളുപ്പിനാണ് അറിയിച്ചത്. നിധിൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു. ആ സ്വാതന്ത്ര്യം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയെങ്കിലും മനസ്സിൻ്റെ വേവലാതി അടങ്ങിയിരുന്നില്ല. ഭക്ഷണവുമായി വന്ന സിസ്റ്ററിനോട് ചോദിച്ചു, ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞ് കിട്ടിയോ? ഉവ്, ഫിസിക്കൽ ഫങ്ഷനൊക്കെ തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കുന്നു. അതാണ് ഭാഗ്യം. ഇനി ഇൻഫെക്ഷൻ ഉണ്ടാവാതെ നോക്കണം. അതുകൊണ്ട് കുറേ നാൾ കൂടി ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഒന്ന് കാണാൻ പറ്റുമോ സിസ്റ്റർ? പറ്റില്ല കുട്ടി, ഇനിയും ബോധം കെടാനല്ലേ. നേരത്തെ ഡ്യൂട്ടിക്ക് നിന്ന സിസ്റ്റർ കുറേ വഴക്ക് കേട്ടാണ് പോയത്. എന്നെയും കേൾപ്പിക്കണോ? അവർ അറുത്തു മുറിച്ചു പറഞ്ഞു. പിന്നീട് അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പോയില്ല. പ്രാർത്ഥിക്കു കുട്ടി, പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ അവർ സ്വാതന്ത്ര്യപ്പെടുത്തി. അതുമാത്രമേ ഈ 3 ദിവസമായി താൻ ചെയ്യുന്നുള്ളൂ സിസ്റ്റർ. ഇതിനിടയിൽ ആരുടെയോ കാല് പിടിച്ച് ഐശ്വര്യ ഓടി വന്ന് ഒന്ന് മുഖം കാണിച്ചു. അവളുടെ മുഖത്ത് തെളിച്ചമുണ്ട്. എനിക്ക് വീട്ടിൽ പോകണം. പറഞ്ഞു നോക്കി. മിണ്ടാതെ കിടന്നോണം, ഡോക്ടർ പറഞ്ഞിട്ടേ ഞാൻ കൊണ്ടുപോകൂ. തിന്നാതെയും കുടിക്കാതെയും വീട്ടിൽ കിടന്ന് മരിക്കേണ്ടതായിരുന്നു. വന്നതുകൊണ്ട് 2 കാര്യങ്ങൾ നടന്നു. ശ്രീയേട്ടനെ ഉണർത്തി. അവൾ കാതിനരികിൽ മന്ത്രിച്ചു. ഞാനോ? അല്ലാതെ. പറഞ്ഞതും അവൾ ഓടി മറിഞ്ഞതും ഒരേ നിമിഷത്തിലായിരുന്നു. ഐശ്വര്യയെ മടക്കി വിളിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ജയന്തി, പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനെ എക്സൈറ്റഡ് ആവരുത്, സിസ്റ്റർ വിലക്കി. സത്യമാണോ സിസ്റ്റർ അവൾ പറഞ്ഞത്? ഉവ്. ബോധമില്ലാതെ മണിക്കൂറുകളോളം കിടന്ന ആ പേഷ്യൻ്റ് കണ്ണു തുറന്നത് കുട്ടി വന്ന് കാൽക്കൽ വീണ് കരഞ്ഞതിന് ശേഷമാണ്. അത് കാരണം ആ പാവൻ ഡ്യൂട്ടി അസിസ്റ്ററിൻ്റെ ജോലി പോയില്ല. താക്കീത് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. താൻ സ്വപ്നത്തിലൊന്നുമല്ലെന്ന് 100 വട്ടം മനസ്സിൽ ഉറപ്പിച്ചു. ഈശ്വരൻ തൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. തൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെയും. മനസ്സിനേറ്റ മൗഢ്യം ദിവസങ്ങളേറെ കഴിഞ്ഞിട്ടും വിട്ടുമാറിയില്ല. ഒരു കൂട്ടം അപരിചിതരുടെ മധ്യേ ഒരു കാഴ്ച വസ്തുവിനെ പോലെ കിടക്കേണ്ടി വന്ന ദൃശ്യം ഇപ്പോഴും മനോമുകുരത്തിലുണ്ട്. ഐസിയുവിന് മുന്നിലുള്ള കാത്തിരിപ്പ് മുറിയിൽ കുറേ പേർ ഉണ്ടായിരുന്നു, തൻ്റെ ഓഫീസിലുണ്ടായിരുന്നവർ സഹിതം. നീ ഞങ്ങളെ എല്ലാവരെയും പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ, വരദേട്ടനാണ് ആദ്യം പ്രതികരിച്ചത്. പിന്നീട് ഓരോരുത്തരുടെയും ഊഴമായി. രാധേച്ചി, ജമീല സാർ, മുരളി, വിപിൻ, കരുണൻ സാർ. പിന്നെ എതിരെയുള്ള കസേരകളിൽ ദുഃഖാത്മകത തളം കെട്ടി നിന്ന മുഖങ്ങളുമായി കുറേ പേർ. അതിൽ രവി മാമനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. വിദ്യാമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയ കണ്ണുകൾ ഉഴറി നോക്കിയിരിക്കെ തന്നെ തൻ്റെ അമ്മയോളം പ്രായമുള്ള ഒരു സ്ത്രീയെയും പിടിച്ചുകൊണ്ട് ഐശ്വര്യയും മറ്റൊരു യുവതിയും അരികിലേക്ക് വന്നു. അടുത്തിരുന്ന രാധേച്ചിയും വരദേട്ടനും എഴുന്നേറ്റ് അവർക്കിരിക്കാനായി സ്ഥലം കൊടുത്തു. ചേച്ചി, ഇതാണ് വിദ്യാമ്മ. ഇത് രേഖേച്ചി. ഇതാണ് പ്രിയേച്ചി. ഐശ്വര്യ പരിചയപ്പെടുത്തി. കണ്ണുകൾ സ്വയം അറിയാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഉള്ളിൽ കുറ്റബോധം നൊരയിടുന്നു. ഞാൻ ഒരാൾ കാരണമാണ് അമ്മയുടെ മോൻ. വാക്കുകൾ നാവിൻ തുമ്പിൽ കിടന്ന് തത്തിക്കളിച്ചതേയുള്ളൂ. പിന്നെയും കരഞ്ഞ് അസുഖം വരുത്തി വെക്കണോ ജയ? വരദേട്ടൻ്റെ ശാസന കേട്ട് നിശബ്ദം കണ്ണീരടക്കി പിടിച്ചു. കരയരുത് മോളെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവന് മേലുണ്ട്. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എൻ്റെ മോൻ. അവൻ തിരിച്ചു വരും, എനിക്കത് തീർച്ചയുണ്ട്. തൻ്റെ വലത് കൈ കവർന്നെടുത്താണ് ആ അമ്മ വാക്കുകൾ ഉരുവിട്ടത്. ആ ആത്മധൈര്യം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഉണർവ് തോന്നി. ഉള്ളിൽ പ്രത്യാശ മുട്ടിടുന്നു. അദ്ദേഹം തിരിച്ചു വരും, വരാതിരിക്കാനാവില്ല. രാത്രി താൻ ഉറങ്ങുന്നതുവരെ ഐശ്വര്യ കൂട്ടിനിരുന്നു. നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചു. ഇനി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ചേച്ചി, ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ട് ഉടനെയൊന്നും റൂമിലേക്ക് മാറ്റില്ലെന്ന് പറയുന്നു. ഇപ്പോഴും കണ്ണ് തുറന്നുവെന്ന് പറഞ്ഞു. വിദ്യാമ്മ അകത്ത് കയറി കണ്ടു. സംസാരിച്ചുവെന്ന്. ആരോട് ഫോൺ ചെയ്ത വിശേഷം അവൾ പങ്കിട്ടു. എന്നിട്ടും സമാധാനമായി ഉറങ്ങാനൊന്നുമായില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഐസിയുവിലെ ആ കിടക്കയും അതിൽ നിശ്ചലം കിടന്നിരുന്ന രൂപവുമായിരുന്നു കൺമുൻപിൽ. പിറ്റേന്ന് രാവിലെ ഐശ്വര്യ തന്നെ ആഹാരം കഴിപ്പിച്ച് കഴിഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഓഫീസ് അടഞ്ഞു തന്നെ കിടന്നിരുന്നു. പണിയും നിർത്തിവെച്ചിരുന്നു. ഒരേ കിടപ്പ് കിടക്കാൻ തോന്നിയില്ല. ക്ഷീണമുണ്ടെങ്കിലും പതിയെ എഴുന്നേറ്റു. കുളിക്കുന്നതിനു മുമ്പ് തലേന്ന് മാറ്റിയിട്ടിരുന്ന തുണികളൊക്കെ കഴുകാനെടുത്തു. ഞാൻ കഴുകിയിടാം, കുഞ്ഞു സുഖമില്ലാതെ ഇതിനിറങ്ങേണ്ട. ജാനു ഉമ്മ വിലക്കിയിട്ടും സമ്മതിച്ചില്ല.
എനിക്കിപ്പോൾ ഒന്നുമില്ല. വെറുതെ ഇരുന്നാൽ ക്ഷീണം കൂടുകയേയുള്ളൂ. അത് ശരിയാ. അവർ അടുക്കളയൊതുക്കാനായി പോയി. ഐശ്വര്യ പോകുന്നതിനു മുമ്പ് ഊണൊക്കെ കാലമാക്കിയിരുന്നു. നനച്ചിട്ടകത്തേക്ക് നടക്കാൻ തുടങ്ങിയതാണ്. അടുക്കള തിണ്ണയുടെ പടിയിറങ്ങി മുന്നിൽ ഭാർഗവിയമ്മ വന്നു നിന്നു. അവർ ഗേറ്റ് കടന്ന് വന്നതൊന്നും താൻ അറിഞ്ഞിരുന്നില്ല. അമ്മ ഇപ്പോൾ വന്നു? വിജിയും വന്നോ? ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല മോളെ, ഞാൻ തനിച്ചാ വന്നത്. കുറച്ചൊരു വൈഷമ്യം തോന്നാതിരുന്നില്ല. അസുഖ വിവരം അന്വേഷിച്ച് വരാൻ ഇനി വിജി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞാൻ കഷായം വാങ്ങാനെന്നും പറഞ്ഞിറങ്ങിയതാ മോളെ. ഇങ്ങോട്ട് കയറുന്ന വിവരമൊന്നും അവളോട് പറഞ്ഞില്ല. മോൾ എന്തിനാ ഈ തുണിയൊക്കെ കഴുകാനൊക്കെ ഇറങ്ങിയത്? ആ ജാനുവമ്മയെ കൊണ്ട് ചെയ്യിച്ചുകൂടായിരുന്നോ? എനിക്കിപ്പോൾ ഒന്നുമില്ലമ്മേ. വെറുതെ ഇരുന്നാൽ ക്ഷീണം കൂടത്തേയുള്ളൂ. അത് ശരിയാ. ശരീരം അനങ്ങി ജോലി ചെയ്യണം. അവിടെ ആണെങ്കിൽ എല്ലാറ്റിനും യന്ത്രങ്ങളാണ്. തുണി കഴുകാൻ വരെ ഒരു മെഷീൻ ഈയിടെ നിർബന്ധം പിടിച്ച് വിജി വാങ്ങിച്ചു. അവൾ എന്നെപ്പോലെയല്ലല്ലോ അമ്മേ. 100 കൂട്ടം പണികളില്ലേ. മക്കളുടെ കാര്യവും നോക്കണ്ടേ? എങ്ങും തൊടാത്ത മട്ടിൽ പറഞ്ഞു. നോക്കണം നോക്കണം, എന്തു പറഞ്ഞാലും എൻ്റെ മോൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ അവനിട്ട് സമാധാനം കൊടുക്കില്ല വിജി. എപ്പോഴും വഴക്കിന് ചെല്ലും. രാവിലെ മുതൽ രാത്രി വരെ കടയിൽ കിടന്ന് അധ്വാനിച്ചു വരുന്നവന് മനസമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വിധിയെ. വിജിയോടുള്ള അമർഷവും ദേഷ്യവുമൊക്കെ ആ വാക്കുകളിലും സ്വരത്തിലും നിഴലിച്ചു നിന്നിരുന്നു. എന്താണ് പറയേണ്ടതെന്നറിയാതെ നിന്നുപോയി. ഇന്നലെ മോൾ ആശുപത്രിയിൽ ബോധം കെട്ട് കിടക്കുന്നതറിഞ്ഞ് ഓടി വന്ന എൻ്റെ മോനെ അവൾ നിലയ്ക്ക് നിർത്തിയില്ല. കടയിട്ട് ഓടിച്ചെല്ലാൻ തക്കവണ്ണം എന്തുണ്ടായി എന്ന് പറഞ്ഞ കലി തുള്ളിയത്. ഞാനും അവൻ്റെ അച്ഛനും എന്തൊക്കെ സമാധാനം പറഞ്ഞു നോക്കി. അവൻ ആശുപത്രിയിൽ വരാതിരുന്നാൽ ആർക്കാ മോശം? ആകെയുള്ള ഒരു ബന്ധുത്വമല്ലേ. അവനെ കഴിഞ്ഞല്ലേ പ്രസിഡന്റ് കൂടിയുള്ളൂ. മോള് തന്നെ പറയേ. മനസ്സാകെ വിറങ്ങലിക്കുന്നതറിഞ്ഞു. സാരമില്ലമ്മേ, എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ഇരിക്കില്ലല്ലോ. അവൾക്കിഷ്ടമില്ലാത്തത് മുരളി ചെയ്യേണ്ടതെന്ന് പറയണം. പിന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാവുമല്ലോ. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു മനസ്സ്. നിന്നെ കാണാൻ പോകുന്നില്ലേ എന്ന് ഇന്ന് രാവിലെ മുരളിയുടെ അച്ഛനൊന്ന് ചോദിച്ചു പോയി. എൻ്റെ ഭഗവതി, കേൾക്കണോ മോൾക്ക്? അകന്നു നിൽക്കുന്നതാ എല്ലാവർക്കും നല്ലതെന്ന്. അടുപ്പമുള്ളവർക്കൊക്കെ കൊലക്കത്തിക്ക് ഇരയാക്കുന്ന നീചൻ ജന്മമാ മോളുടേതെന്ന്. അല്ലെങ്കിൽ പിന്നെ താലി കെട്ടിയ വിശ്വനും സഹായിക്കാനിറങ്ങിയ ശ്രീഹരിക്കും ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ലെന്ന്. നിന്റെ കൂടപ്പിറപ്പ് തന്നെയാണോ മോളെ അവള്? നട്ടെല്ലിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. ചേതന തന്നെ മരവിച്ചതുപോലെ സർവാംഗവും തളർന്ന് കിണറ്റുവക്കിൽ ചാരി നിന്നു. ഭാർഗവിയമ്മ തുടർന്നെന്തോ പറയാൻ ഒരുങ്ങിയതാണ്. ജാനുവമ്മ അടുക്കള തിണ്ണയിലേക്ക് ഇറങ്ങി വന്ന് അവരെ ചായ കുടിക്കാൻ ക്ഷണിച്ചു. ഞാൻ ഈ പറഞ്ഞത് മോളുടെ മനസ്സിലിരുന്നാൽ മതി. ജാനുവമ്മ അറിയരുത്. എന്നാൽ പിന്നെ നാട്ടിൽ പാട്ടാവും. എന്തിനാ നമ്മൾ തന്നെ സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കുന്നത്? അവർ പടി കയറി മറഞ്ഞത് ഒരു ദുസ്വപ്നത്തിൽ എന്നോണം നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്നും സങ്കടം അണപൊട്ടി വരുന്നുണ്ടായിരുന്നു. അടുത്ത ഭാഗം നാളെ.